Cheers. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ചിയേഴ്സ് അടിച്ച് ഫ്ലൈറ്റിൽ എവിടേക്കാണ്. അപ്പം ഞങ്ങൾ വിയറ്റ്നാം പോയതാണ്. അപ്പോൾ ഞങ്ങൾ വിയറ്റ്നാമിൽ ലാൻഡ് ചെയ്തു. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വിയറ്റ്നാമിൽ എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ബിൽഡിങ്ങിൻ്റെ നടുവിലായിട്ടുള്ള സ്ട്രീറ്റിലുള്ള നൈറ്റ് ലൈഫ് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നൈറ്റ് ലൈഫ് കുഴപ്പമില്ല. ആ ഒരു സ്ട്രീറ്റ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. എന്നെ സമയത്തോളം വളരെ കഷ്ടമായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ അവിടെ ചെന്നതിന് ശേഷം. പിന്നെ ഞങ്ങൾ പോയത് ഒരു ടണൽ കാണാനാണ്. അത് അവരുടെ സോൾജേഴ്സ് പണ്ട് യുദ്ധം ഉണ്ടായ സമയത്ത് ഒരു ടണലിൻ്റെ ലൂടെ അവർ യുദ്ധം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെയായിരുന്നു. അപ്പം അതിലൂടെ ഒരു യാത്രയായിരുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ കപ്പ, പിന്നെ ഒരു ചമ്മന്തി, അതവർ കാട്ടിനകത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ റൂമിൽ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസത്തെ സ്റ്റേ വേറൊരു സ്ഥലത്തായിരുന്നു, ബീച്ച് ഏരിയ. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി നൈറ്റ് ലൈഫ് ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഇറങ്ങി. പക്ഷേ പ്രത്യേകിച്ചൊന്നും അവിടെ കണ്ടില്ല. ബീച്ച് ഇങ്ങനെ ലാവിഷായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. അത് അവിടെ ഒരു പള്ളിയായിരുന്നു. അപ്പം അത് ബ്രസീലിൻ്റെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു സ്ഥലമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നിലൊരു പാലസ് ഉണ്ട്. അപ്പോൾ ആ പാലസിൻ്റെ അവിടെ കയറി അത് കഴിഞ്ഞ് ഇത് നമ്മൾ എന്താ പറയുക, മുകളിലേക്കൊരു മോർ ദാൻ 1000 സ്റ്റെപ്സൊക്കെ കയറണം കേട്ടോ ഈ ഒരു രൂപത്തിൻ്റെ അവിടെ എത്തണമെങ്കിൽ. എന്നിട്ട് രൂപത്തിൻ്റെ ടോപ്പിൽ നമുക്ക് ചെന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിൻ്റെ ആ ഒരു സ്റ്റാച്യുവിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് ലുക്കിംഗ് അമേസിങ്. അപ്പോൾ ഈ ജീസസിൻ്റെ സ്റ്റാച്യുവിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടുന്ന് ഇറങ്ങി താഴെ വന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ ബാബുവിനെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്തു. അപ്പോൾ അടിച്ചു പൊളിക്കാൻ പോയ ട്രിപ്പ് ഒരു ഡിവോഷണൽ ട്രിപ്പായി മാറിയോ എന്നൊരു സംശയമുണ്ട്. അതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ പുള്ളിക്കാരൻ നല്ലൊരു ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഒരു ഫ്രൂട്ട് കണ്ടത്. അപ്പോൾ അത് കുറച്ച് മേടിച്ചു. കാരണം വിയറ്റ്നാം ചെന്നപ്പോൾ ഫ്രൂട്ട് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇതൊരു ടെമ്പിളാണ്, ഇതൊരു വെയിലിൻ്റെ ടെമ്പിളാണ്. അപ്പോൾ ഇതൊരു സ്റ്റോറിയൊക്കെ ഉണ്ട് അവർക്ക്. അതായത് ആൾക്കാരെ, അവരുടെ ആ ഒരു ഗ്രാമത്തെ രക്ഷിച്ച വെയിലിൻ്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ ആ വെയിലിൻ്റെ ബോൺസും അതൊക്കെ ആയിട്ടുള്ള ഒരു ടെമ്പിളാണത്. അവിടെ ഇതാണ് വെയിൽസിൻ്റെ ബോൺസ്, ആ റിയൽ വെയിലിൻ്റെ ബോണാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ കുറേ പ്രയറിങ്ങും അവിടെ അതിനകത്ത് കുറേ പൈസയും ഒക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് ടേസ്റ്റ് ചെയ്യണം, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞ് ബാബുവിനെയായിട്ട് ഞാൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. എനിക്കാണെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കഴിച്ച് ശീലിക്കാത്തത് കൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാനൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അതിലായിരുന്നു അവിടുത്തെ 4 ദിവസത്തെയും ഫുഡ് കഴിക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗൈഡ് എങ്ങനെയാണ് ആ ഫുഡ് കഴിക്കണ്ടേ എന്നുള്ളത് ബാബുവിനോട് പറഞ്ഞു കൊടുത്ത് നമ്മളെന്നാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെമ്മീനാണ്. അതിൻ്റെ ഒരു അടിയിലുള്ളത് ഒരു നമ്മുടെ ഒരു വെള്ളയപ്പം പോലത്തെ ഒരു സാധനം. അത് ക്രിസ്പി ആക്കിയിട്ട് അവരെടുത്തിട്ട് അതിനകത്ത് ചെമ്മീൻ വെച്ചിരിക്കുകയാണ്. അതായത് ഫ്രഷ് പുഴുങ്ങിയ ചെമ്മീൻ. എന്നിട്ട് പിന്നെ കുറേ ഇലകളും, ആ ഇലകളിൽ നമ്മൾ ആ ഒരു ഇത് കവർ ചെയ്ത് അവരുടെ ഒരു സോസ് ഉണ്ട്, ആ സോസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളത് കഴിക്കേണ്ടത്.
അപ്പോൾ ആളത് കാണിച്ചു തരികയാണ് എങ്ങനെയാണിത് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഡിപ്പ് ചെയ്തു, എന്നിട്ട് അതങ്ങനെ മൊത്തത്തിൽ ഇവർ കഴിക്കുന്നത് ഒരുപാട് ലീവ്സാണ് കേട്ടോ. കുറേ എന്ത് കാര്യത്തിന് ചെന്നാലും അവിടെ ലീവ്സ് ഇല്ലാത്തൊരു പരിപാടിയില്ല. അപ്പോൾ ബാബു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ ഒരു ട്രൈയിങ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ലീഫ് എടുത്തു, അതിലേക്ക് കുറച്ച് സ്പ്രൗട്ട്സൊക്കെ ഇട്ടു, അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ലീവ്സ് ഒക്കെ എടുത്തു. അതിൻ്റെ ലീവ്സിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. അത് കഴിഞ്ഞ് ആ ക്രിസ്പി ആയിട്ടുള്ള ആ സാധനം വിത്ത് പ്രോൺസ് അതിനകത്ത് വെച്ച് മടക്കി. ഇനി ആ മടക്കലിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, പക്ഷേ ഇവനത് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അത് ആ സോസിൽ മുക്കി കഴിക്കുക. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ സമയത്തോളം എനിക്കതൊന്നും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. കാരണം എനിക്കത് ഒട്ടും പറ്റിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഫുഡിനെ കുറ്റം പറഞ്ഞൊന്നുമല്ല, ബട്ട് എനിക്ക് പറ്റില്ല അങ്ങനെ കഴിക്കാൻ. പക്ഷേ ആ കൊണ്ടുപോയ സ്ഥലത്തൊക്കെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ആൾക്കാരല്ല, അവരുടെ തന്നെ ആൾക്കാരാണ്. ഇതൊക്കെ ഒരു സ്ട്രീറ്റ് ഫുഡ് പോലെ, ഒരു സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ഭയങ്കര ബിസിയാണ്. പിന്നെ ഇവർ ചെറിയ ടേബിളിലാണ് ഈ സംഭവമൊക്കെ ഇരുന്ന് കഴിക്കണതും പിടിക്കണതൊക്കെ. അപ്പോൾ ബാബു അത് ഒരുവിധമൊക്കെ ഫിനിഷ് ചെയ്തു. മേടിച്ചതൊക്കെ ആളും ഗൈഡും കൂടി ഫിനിഷ് ചെയ്തു. അപ്പോൾ അവനത് എൻജോയ് ചെയ്ത് കഴിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്റ്റോറിൽ പോയി. അപ്പം ഇതിങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്റ്റോറിൽ പോയിട്ടോ. അവിടെ വേറെ ഫുഡ് പരീക്ഷിക്കാൻ, അതൊരു സൂപ്പും പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അപ്പം അതാണ് ആ സൂപ്പ്. അപ്പം ബാബുവിനെ കൊണ്ടാണ് എല്ലാം ഞാൻ ട്രൈ ചെയ്യിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. അപ്പോൾ ബാബുവിന് ഇത് കഴിക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാ ഫുഡിനും ഓക്കെയാണ്. എല്ലാം ആൾ കഴിച്ച്, അങ്ങനെ വേണം നമ്മൾ ശരിക്കും ലൈഫിൽ എല്ലാം കഴിച്ച് പഠിക്കണം. കാരണം ഞാനിതൊക്കെ ചെറുപ്പത്തിൽ കഴിക്കാത്തത് കൊണ്ട് നമ്മളെല്ലാ ഫുഡിനും കഴിക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ വലുതായപ്പോൾ അതൊക്കെ ഒരുപാട് അനുഭവിച്ചു. ഇതാണ് ആ സൂപ്പ്. അതിനകത്ത് നൂഡിൽസ്, ചിക്കൻ, പോർക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ ഒറ്റയ്ക്കല്ലേ. ഗൈഡിന് അത് വേണ്ടാന്ന് പറഞ്ഞാൽ ആൾ വേറെ എന്തോ ഒരു ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ച് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. ആ കടയുടെ അവിടെ ഒരു ചെറിയൊരു അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു തമ്പുരാൻ്റെ ഫോട്ടോയും അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഇതാണ് ആ കട. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു കടയിൽ കയറി അവരുടെ റൈസും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൈസ്, ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, അങ്ങനെ അവരുടേതായ രീതിയിലുള്ളൊരു ഫുഡ്. അപ്പം അത് രണ്ടുപേരും ഗൈഡും ബാബും എൻജോയ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഫിഷൊക്കെ അവർക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. റൈസ് നമ്മുടെ പച്ചരി റൈസാണ്. ബാക്കി ഫിഷൊക്കെ നമ്മുടെ പോലെ മസാലയൊന്നും ഇട്ടാണ്ട് വേവിച്ച കാരണം എനിക്കറിയില്ല. ചിക്കനും ആയാലും വളരെ ഹാർഡാണ് എന്നാണ് അവൻ കഴിച്ചപ്പോൾ പറഞ്ഞത്. ഇതാണ് അവരുടെ റൈസിൻ്റെ ഒരു ഡിഷ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ സ്ട്രീറ്റിലെത്തിയപ്പോൾ സ്ട്രീറ്റിൽ നൈറ്റ് ടൈം ലൈഫ് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ആൾ പാമ്പൊക്കെ ആയിട്ട് കാണിച്ച്. പിറ്റത്തെ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ ഇതൊരു വേറൊരു ചെറിയ ഐലൻഡിലേക്ക് പോകണ എൻട്രൻസ് ആണ്. അവിടെ ഒരു അടിപൊളി കപ്പലുണ്ടാക്കി വെച്ചിരിക്കുന്ന പണ്ടത്തെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം ആ ചെറിയ ഐലൻഡിലേക്ക് പോകാൻ. അപ്പോൾ ഇതൊരു സാധാരണ ബോട്ടാണ് കേട്ടോ. വെള്ളമാണെങ്കിൽ വളരെ മോശമായ വെള്ളമാണ്, ചെളി വെള്ളമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ആ ഐലൻഡിൽ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഗ്രൂപ്പ് പാട്ടൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ഫ്രഷാണ്. അത് കഴിഞ്ഞ് അവിടെ നടന്ന് അതിനകത്ത് പോയപ്പം അവിടെ ഹണിയുടെ ഒരു ബീ കോംബ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു. ബാബുവിന് അത് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് ഒരു റൈഡിന് പോയി. അവരുടെ വണ്ടിയിലാണ് ആ റൈഡ് കൊണ്ടുപോകണത്. അപ്പോൾ അതൊക്കെയാണ് ട്രാവൽ ഏജൻസി
ഓരോരുത്തർ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന സ്ഥലം എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു റൈഡ്. അതൊരു ചെറിയ വണ്ടിയിലായിരുന്നു, കുതിര വണ്ടിയിൽ പോകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അതിൽ നടന്നില്ല. അത് കഴിഞ്ഞ് കൊണ്ടിറക്കിയ സ്ഥലത്താണ് ഈ പറഞ്ഞ പണ്ടത്തെ ഒരു ചെറിയൊരു ഇടവഴിയിലൂടെ ഉള്ളൊരു യാത്ര, ചെറിയ ബോട്ടിൽ. അപ്പോൾ ആ ബോട്ടിലാണ് നമ്മൾ കയറിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കയറുന്നിടത്ത് നമുക്ക് ഫീസ് അവർക്ക് തന്നെ പേ ചെയ്യണം. ഇത് ഏജൻസി ട്രാവൽസ് കവർ ചെയ്യുന്നതല്ല. പക്ഷേ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഫുള്ള് ചെളിവെള്ളമാണ് കേട്ടോ, ക്ലിയർ വാട്ടറൊന്നുമല്ല. ആ പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയാണ്. അത് അപ്പോൾ കുറച്ച് ഫോട്ടോ ക്ലിപ്പൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇതാണ് മിഠായി ഫാക്ടറി അവിടുത്തെ. അപ്പം മിഠായി ഫാക്ടറിയിൽ കയറിയതിന് ശേഷം പിന്നെ അവരുടെ ബുദ്ധ ടെമ്പിളിൻ്റെ അവിടെയാണ് പോയത്. ഇതാണല്ലോ ആ ബ്ലെസ്സിങ്. മൂപ്പരെ വീട്ടിൽ വെച്ചാൽ പൈസ ഒരുപാട് വരുന്നാണല്ലോ ചൊല്ല്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി. അതിൽ നല്ല വലിയ ടെമ്പിളാണ്. അങ്ങനെ ലാസ്റ്റായിട്ട് ഞങ്ങൾ അവരുടെ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിള്ളേർക്ക്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിയറ്റ്നാം വിശേഷങ്ങൾ. Hope you all enjoyed this video. Take care. See you with another video. Bye bye.